Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണ്. 67.55 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. $24,400 വന്നിട്ടുള്ളത്. സ്പോട്ടിൽ നമുക്ക് ഇങ്ങനെയൊരു ഗ്യാപ്പ് അപ്പും ഒരു സ്പൈക്കും വരുന്നുണ്ടെങ്കിലും പ്രീമിയം DK ആണ് കോൾ ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ ഇന്നലെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇന്നലെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ തന്നെ ലോ ബ്രേക്ക് ചെയ്തൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫോൾ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഗ്യാപ്പ് ഫില്ലിംഗ് നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം 24,000 ലെവൽ 24,300 ലെവലിലേക്കൊരു മൊമെൻറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മൊമെൻറ്റമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഫസ്റ്റ് മിനിറ്റിൽ തന്നെ അത് ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് മാറുകയാണ്. $24,400 ലെവൽ ഇന്നത്തെ ഇതുവരെയുള്ള ഡേ ഹൈ 24,423.35 ആണ്. ഓപ്പൺ ചെയ്തിട്ടുള്ള ലെവൽ 24,398.50. ഓൾമോസ്റ്റ് 24,400 തുറന്നതിന് ശേഷം ഹയർ ലെവൽസിലൊരു സെല്ലിംഗ് പ്രഷർ ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ 24,450 ലെവലാണ്. ഒരു മൊമെൻറ്റം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ഇന്നത്തെ ഇതുവരെയുള്ള ഡേ ഹൈ ലെവൽ 24,420 ലെവൽ അല്ലെങ്കിൽ 420-425 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. $24,300 പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ട്രേഡിംഗ് അറൗണ്ട് 140. 24,500 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 120 ട്രേഡ് ചെയ്യുന്നത്. ഒരു അപ്പ് മൂവാണ് പുട്ട് ഓപ്ഷനിൽ കാണുന്നത്. അതായത് ഒരു പ്രൈസ് റിജക്ഷൻ 24,400 ലെവലിൽ നിന്നൊരു പ്രൈസ് റിജക്ഷനോടുകൂടി ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഇതൊരു പുൾ ബാക്ക് മാത്രമാണോ ഗ്യാപ്പ് ഫില്ലിംഗ് മാത്രമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ 24,300-350 ലെവലൊരു കൺസോൾട്ടേഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് ഇന്നലെ ഒരു മണിക്ക് ശേഷം അല്ലെങ്കിൽ 2 മണിക്ക് ശേഷം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു മൊമെൻറ്റം ഒരു പുൾ ബാക്ക് ഇന്നതൊരു പുൾ ബാക്കായിട്ട് മാറുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ പല സപ്പോർട്ട് ലെവൽസും റീടെസ്റ്റ് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രിയും അതുപോലെ തന്നെ ഡയറക്ഷൻ കൺഫർമേഷനും വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 24,400 ലെവൽ അറൗണ്ട് 24,400 ഓപ്പൺ ചെയ്തിട്ട് 24,300 വന്നുകൊണ്ടിരിക്കുന്നത്. 320 ലെവലിലേക്ക് വന്നു കഴിഞ്ഞു ഓൾറെഡി. നമുക്കിതുവരെ ഒരു ഡയറക്ഷൻ കൺഫർമേഷനോ എൻട്രിയോ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുവരെ എൻട്രീസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഈ ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റാണ് ഇത്ര നേരം ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഒരു എൻട്രി വരുന്നത്. കോൾ ഓപ്ഷൻ 120 എൻട്രിയാണ് ഇപ്പം
എടുത്തിട്ടുള്ളത്. ഓക്കെ, 120 എടുത്തിട്ടുള്ളത്, 24,500. ഇപ്പോൾ നേരത്തെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു ആദ്യത്തെ 1 മണിക്കൂറോളം ഉണ്ടായിരുന്നത്. പിന്നെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് ലോവർ ലോ വന്നു. അവിടെ നിന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡേ ഹൈ ലെവൽ അല്ലെങ്കിൽ നമുക്ക് ഓപ്പണിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ 24,400 ലെവലൊന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്ന് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഡേ ഹൈ ലെവലിലേക്കൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും നമ്മളൊരു എൻട്രി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. 120.25 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ്. 24,500. ഇന്നൊരു സൈഡ് വേസ് ഡേ ആണ് ഓവറോൾ വന്നിട്ടുള്ളത്. ലോവർ ലോ ഫോം ചെയ്തതിന് ശേഷം അത് റീടെസ്റ്റ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് അപ്പ് മൂവാണ് കഴിഞ്ഞ 15 മിനിറ്റ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 140 ലെവലാണ് ഒരു ടാർഗറ്റായിട്ട് വരുന്നത്. 140 അല്ലെങ്കിൽ 170 ലെവൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ട്രേഡ് മുന്നോട്ട് പോകുന്നത് നോക്കാം. ആസ് ഓഫ് നൗ നമ്മൾ 1 ലോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അടുത്തത് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. 24,357 ട്രേഡ് ചെയ്യുന്നുണ്ട് നിഫ്റ്റി. നമ്മുടെ പൊസിഷൻ അറൗണ്ട് 900,000 1K അറൗണ്ട് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ലോട്ട് കൂടി ഞാൻ ആഡ് ചെയ്തു. അറൗണ്ട് 120 തന്നെയാണ് ആഡ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിനുള്ളൊരു ശ്രമത്തിലാണ്. ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ 140 ലെവലിലേക്ക് സ്പൈക്ക് ചെയ്യും. ഇപ്പോൾ അത് 127 128 ട്രേഡ് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പുൾ ബാക്കിനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി 130 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ആസ് ഓഫ് നൗ നമ്മൾ 2 ലോട്ട്സ് ഹോൾഡ് ചെയ്യുന്നത് 121 അറൗണ്ട് കോസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 140 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. 140 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 170 ലെവൽ. പിന്നെ അതിന് മുൻപൊരു പുൾ ബാക്ക് വരുമോ എന്നുള്ളതാണ് ഒരു സംശയം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. കോസ്റ്റിൽ തന്നെയാണ് സ്ക്വയർ ഓഫ് ചെയ്തത്. 136 റുപ്പീസാണ് ലോസ്. ബാക്ക് ടു 130 വന്നു. നമ്മൾ ഉദ്ദേശിച്ച ഒരു മൂവ്മെൻറ്റ് കിട്ടി. പക്ഷേ ഒരു പുൾ ബാക്ക് കുറച്ച് വരെ തൊലിപ്പിക്കുന്നൊരു പുൾ ബാക്കായിരുന്നു. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് വയ്ക്കാൻ പറ്റിയില്ല. റീ എൻട്രി ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തായാലും കോസ്റ്റിൽ സ്ക്വയർ ഓഫ് ചെയ്തു.